അത് ശ്രീ പെരുമന, ഞാൻ വളച്ചുകെട്ടലുകളില്ലാതെ ചോദിക്കുകയാണ്, ആരായിരിക്കും കൊട്ടേഷൻ നൽകിയത്? ദിലീപല്ല എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ കൊട്ടേഷൻ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ നമ്മൾ തുടക്കം മുതൽ കേട്ടതാണ് അല്ലേ? പക്ഷേ അത് വെറും അഭ്യൂഹങ്ങളല്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതും ഗൗരവതരമായി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഈ കൊട്ടേഷൻ ഉണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല ഈ കേസിൽ. അതിന്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. അക്കോർഡിംഗ്ലി എന്താണ് ഈ ഒരു കേസ് ഡിസ്പോസ് ചെയ്യുന്നുള്ളത് കോടതി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, അക്യൂസ് ഫൗണ്ട് ഗിൽറ്റി, റിമാൻഡഡ് ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി എന്നുള്ളതാണ്. 12-ാം തീയതിയിലേക്ക് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോഴും അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു സ്റ്റേജിൽ പോലും ഇതിലൊരു നമ്മൾ ഇപ്പം ചർച്ച ചെയ്തതുപോലെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ഇല്ല. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, പക്ഷേ എന്തായാലും പൾസർ സുനിയും ഈ ശിക്ഷിക്കപ്പെട്ട 5 പേരും അവരുടെ സ്വന്തം നിലക്ക് ചെയ്തതല്ലല്ലോ ഈ കുറ്റകൃത്യം. ആരുടെയോ പ്രേരണയാലല്ലേ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അത് കാര്യകാരണ സഹിതം വ്യക്തമാണ്. ഞാൻ അതിലേക്ക് വരാം. ടെക്നിക്കലി ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് രാംകുമാർ സാറും ഞാനും ഫെബ്രുവരി 17, 2017 ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് മുതൽ പല ചർച്ചകളിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ്, ആ പാനലുകളിലൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാളായിരുന്നു അജകുമാർ സാർ. അദ്ദേഹം പിന്നീട് അതിജീവിതയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അങ്ങനെ കൊണ്ടുവരും. പക്ഷെ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് രാംകുമാർ സാർ, വളരെ പണ്ഡിതപ്രജ്ഞനായിട്ടുള്ള രാംകുമാർ സാർ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കോടതിയുടെ ചില കാര്യങ്ങൾ കൂടെ അതിനിടയിൽ കോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതായത് ഒരേ രീതിയിൽ കോടതിയെയും ഈ അഭിഭാഷകരെയൊക്കെ ബാലൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഈ കേസുമായി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്ക് ചെറിയൊരു ഇതിൽ അഭിപ്രായം ഉള്ളത്, ശരിതിൽ വളരെ കൃത്യമായിട്ട് അഭിഭാഷകർക്കും ഞങ്ങളെപ്പോലുള്ള നിയമ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കൊക്കെ വലിയ കൗതുകകരമായിട്ടുള്ള കേസാണ്. പഠിക്കാനുള്ള ഒരു ലാൻഡ്മാർക്ക് കേസായിട്ട് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. അതായത് ട്രയൽ കോടതിയിൽ ലിറ്റിഗേഷൻ കേസിൽ അപ്പിയർ ചെയ്യുന്ന അഭിഭാഷകർക്ക്. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹൈക്കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ഞാൻ വായിക്കാം. അതിനുശേഷം എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ചർച്ചകളിലേക്ക് പോകാവുന്നത്. അത് ഇങ്ങനെയാണ്. It has time and again been stated that the duty of the prosecutor is not to seek conviction at all costs or be an avenging angel for the victim, but to ensure that justice is delivered. അതായത് ഇരയ്ക്ക് വേണ്ടി എല്ലാ പ്രോസിക്യൂട്ടർമാരും ഇരയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന കാവൽ മാലാക ചമയേണ്ട, ഏത് വിധേനയും പ്രതികളെ കുറ്റവാളികളാക്കുക എന്നതല്ല ഒരു പ്രോസിക്യൂട്ടറുടെ ജോലി. നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. എത്ര പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവരിത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റും. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകളല്ലേ വരുന്നത്. കൃത്യമായിട്ട് നമുക്ക് നിയമങ്ങളുണ്ട്. ഒരാളെ പബ്ലിക് പ്രോസിക്യൂട്ടറോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ ഒക്കെ ആക്കണമെങ്കിൽ എത്ര കാലയളവ് പ്രാക്ടീസിംഗിൽ ഉണ്ടാകണം, എത്ര കേസുകൾ ഉണ്ടാകണം, അത്തരത്തിൽ സ്റ്റേറ്റ് നടത്തുന്ന ഇന്റർവ്യൂ പ്രകാരമാണ് വരുന്നത്. നമുക്കറിയാം, അതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓരോ സർക്കാരുകൾ ഭരിക്കുമ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടർമാരായിട്ട് അവരുടെ താല്പര്യമുള്ള, അവരുടെ അഭിഭാഷക സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ, അവരുടെ കൊളീഷൻ ഗവൺമെന്റിലുള്ള കേരള കോൺഗ്രസിന്റെ ആണെങ്കിൽ അങ്ങനെ, ജേക്കബിന്റെ ആണെങ്കിൽ അങ്ങനെ, മാണിയുടെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൊടുത്തു പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രാഗൽഭ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലുമല്ല ഇതിലുള്ളത്. ഇതിൽ നേരത്തെ രാജിവെച്ചു പോയിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞൊരു വാക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല, കൃത്യമായി പറയുകയും ചെയ്തു, നിങ്ങൾ ആ ജഡ്ജിന്റെ ആത്മവിശ്വാസം, മനോവീര്യം കളയരുത്. ഇതൊരു വളരെ സെൻസേഷണൽ ആയിട്ടുള്ള, സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ്. വലിയ വെല്ലുവിളികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അഭിഭാഷകർക്കുണ്ടാകും, ന്യായാധിപയ്ക്കുണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം കോടതിക്കെതിരെയോ പ്രിസൈഡിംഗ് ജഡ്ജിനെതിരെയോ ഉണ്ടാകരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. നമ്പർ ഓഫ് സമയങ്ങളിൽ ഈ പറയുന്ന സെഷൻസ് കോടതി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ സൂപ്പർ കോടതി ചമയരുത്. പോലീസ് അല്ല ഇവിടുത്തെ പ്രോസിക്യൂട്ടർ, പ്രോസിക്യൂഷനാണ്. നിങ്ങൾ സൂപ്പർ കോടതി ചമയരുത് എന്ന് വരെ ഒരു കോടതിക്ക്, അത് ട്രൈ ചെയ്യുന്ന ഒരു കോടതിക്ക് ഈ പറയുന്ന ആളുകളോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇനി അനിൽജിയുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ, ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടോ? എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരള നിയമനിർമ്മാണ സഭയിൽ അത് റെക്കോർഡാണല്ലോ, അത് രേഖയാണല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട ഉടൻ ഈ ചർച്ച ബഹുമാനപ്പെട്ട കേരള നിയമസഭയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രതികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചന റൂൾ ഔട്ട് ചെയ്യുന്ന പ്രസ്താവന ഇന്നും സഭാരേഖകളിലുണ്ട്. അങ്ങനെയില്ല എന്ന് പറഞ്ഞു. എന്നാൽ
ഫെബ്രുവരി 17 ശേഷം എനിക്ക് തോന്നുന്നു 23-നോ 19-നോ ഒക്കെയാണ് ഒരു ദർബാർ ഹാളിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് അമ്മയുടെയും ഫെഫ്റ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൽ വെച്ചാണല്ലോ അനിൽജി ആദ്യമായിട്ട് മഞ്ജു വാര്യർ പറയുന്നത് ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ അനിൽജി 4 മാസം എടുത്ത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം കൊടുത്തു എന്നേ. മീൻസ് കുറ്റപത്രം റെഡിയായി അങ്കമാലി കോടതിയിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ആ ഘട്ടത്തിലൊന്നും ഗൂഢാലോചനയില്ല. ഇതിൽ ഏറ്റവും ഈ 261 സാക്ഷികളെ ഇപ്പോൾ വിസ്തരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന ഇരയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സിനിമാ മേഖലയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധമുള്ള ആളുകളാണ്. ഇവരെവിടെയെങ്കിലും ഇത്തരത്തിലൊരു ക്രിമിനൽ കോൺസ്പിറസി മുന്നോട്ട് വെച്ചിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ച് ഇരയുടെ മൊഴിയില്ല. എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇരയുടെ മൊഴിയില്ല. അതിനുശേഷമാണ് ജൂൺ 29-നോ 28-നോ ഒക്കെ ഈ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നത്. അപ്പം എവിടെ നിന്നാണ് ഈ ഗൂഢാലോചന വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. മുഖ്യമന്ത്രി റൂൾ ഔട്ട് ചെയ്തിരിക്കുന്ന കാര്യം ഈ ദർബാർ ഹാളിൽ വെച്ച് മഞ്ജു വാര്യർ പറയുന്നു. അതിനുശേഷം ദിനേന്ദ്ര കശ്യപ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിലീപിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. ഇത്തരമൊരു ഈ കത്ത് വന്നതിന്റെ പിൻബലത്തിൽ, അതായത് കാക്കനാട് ജയിലിൽ നിന്ന് പൾസർ എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു കത്തുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അപ്പോഴും ഗൂഢാലോചന പറഞ്ഞോ? ഇല്ല. ദിനേന്ദ്ര കശ്യപിനെ മറികടന്നുകൊണ്ട് ADGP സന്ധ്യ രംഗപ്രവേശനം ചെയ്യാണ്. എന്നിട്ട് എവിടെയാണോ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ചോദ്യം ചെയ്യുക അവിടെ നിന്ന് മാറ്റി എറണാകുളം പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരികയാണ്. 13 മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയാണ്. ഈ 13 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം വൈകുന്നേരം വിട്ടയക്കുകയാണ്. പിറ്റേന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ DGPയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഗിന്നസ് ബുക്കിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് പ്രതികളെ ചോദ്യം ചെയ്യരുത് അല്ലെങ്കിൽ സാക്ഷികളെ ചോദ്യം ചെയ്യരുത് എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല അതായിരിക്കരുത് ഉദ്ദേശം. എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ മറികടന്നുകൊണ്ട് ADGP സന്ധ്യ ചോദ്യം ചെയ്യലിലേക്ക് വന്നു എന്നുള്ളത് വേണ്ട. ഈ കേസിൽ ദിലീപ് ഇതുമായി ഏറ്റവും ഫെബ്രുവരി 17 മുതൽ ബന്ധപ്പെട്ട ഒരാളാണല്ലോ ഞാൻ. പല കാര്യങ്ങളും അറിയാം, പല പരിമിതികളുണ്ട്. കാരണം ഇതിന്റെ ഒരു ഞങ്ങളുടെ ഭാഷയിൽ, അഭിഭാഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂർണ്ണമായ ഒരു ഫൈനാലിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഴുപ്പലക്കളിലേക്ക് ഞാൻ ഇല്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അങ്ങനെ പറഞ്ഞു. DGPയുടെ കർശന നിർദ്ദേശം വന്നു. അതുകൊണ്ടാണ് 14 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഗൂഢാലോചന തെളിയിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് കിട്ടാതെയോ ദിലീപിനെ പറഞ്ഞു വിടുന്നതെന്നേ. അതിന് തൊട്ടടുത്ത ദിവസം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും DGPമാരൊക്കെ മാറുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രയലിൽ ദിലീപ് ലീഡ് ചെയ്തിരിക്കുന്നത് അന്ന് പോലീസ് ക്ലബിൽ 13 മണിക്കൂർ അന്വേഷണ ചോദ്യം ചെയ്യലിന് വിധേയമാകുമ്പോൾ ഇൻ ക്യാമറ ക്വസ്റ്റനിങ് ആണ് നടക്കുന്നത്, ഇന്ററോഗേഷൻ ആണ് നടക്കുന്നത്. ആ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ദിലീപ് മറുപടി പറയുന്നു. ഒരു കാര്യം ചോദിച്ച സമയത്ത് ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടി ADGP സന്ധ്യയുടെ നിർദ്ദേശം വരികയാണ്. അതായത് മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ബന്ധം ഈ ചോദ്യത്തിന്റെ ഭാഗമായി തന്നെ മറുപടി പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യപ്പെടുകയാണ്. അതൊക്കെ കോടതിയുടെ വിധികൾ കാര്യകാരണ സഹിതം പരാമർശിക്കും, വരട്ടെ. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു കൂടുതൽ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കില്ല. എന്നാൽ പോലും ഇങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ട്, അത് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ലീഡായിരുന്നു. കാരണം അതിലേതെങ്കിലും രീതിയിൽ ആ ഇന്ററോഗേഷന്റെ റെക്കോർഡിങ്സ് കോടതിയിൽ വന്ന സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാൻ വേണ്ടിയൊക്കെ കാരണമുണ്ടായിട്ടുണ്ട്. ഞാൻ ഗൂഢാലോചനയിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ, യെസ്, there was a conspiracy, criminal conspiracy, not against the accused who have already been declared as കൺവിക്റ്റഡ്. അവർക്കെതിരെ അല്ല ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളത്. ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളത് 8ാം പ്രതിയായി 4 മാസത്തിന് ശേഷം അനുബന്ധ കുറ്റപത്രത്തിൽ മാത്രം പേര് ചേർക്കപ്പെട്ട് 83 ദിവസം സ്റ്റേറ്റിന്റെ താല്പര്യപ്രകാരം പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കപ്പെട്ട് ജയിലിൽ കടന്നിട്ടുള്ള ദിലീപിനെതിരെയായിരുന്നു കോൺസ്പിറസി നടന്നിട്ടുള്ളത്. ആ കോൺസ്പിറസി നടത്തിയത് ആരൊക്കെയാണെന്നുള്ളത് മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതിനെതിരായിട്ട് അദ്ദേഹത്തിനുണ്ടായ ഡാമേജിനെതിരായിട്ട് അദ്ദേഹം കോടതിയിൽ ഈ വിധിക്ക് ശേഷം കാര്യകാരണ സഹിതം പോകുമ്പോൾ മാത്രമേ നമുക്കത് വ്യക്തമാകുകയുള്ളൂ. ബട്ട് there was a conspiracy. ഇനി ഈ കോൺസ്പിറസി എന്ന് പറയുന്ന കാര്യം തന്നെ നമുക്ക് ഇവിടെ വിട്ടുപോണ്ട. ഈ ചർച്ചയിൽ ഒരു കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. എന്താണ് കോൺസ്പിറസി? ഈ പറയുന്ന ദിലീപിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രതികളെല്ലാം ഇവരെ ബലാത്സംഗം ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ കോൺസ്പിറസി.
ഈ കോൺസ്പിരസിയിൽ തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബലാത്സംഗം ചെയ്തു, വീഡിയോ പകർത്തി, ഓടുന്ന വണ്ടിയിൽ പൾസർ സുനിയും ഈ നടിയും മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ ഈ ഇരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡ്രൈവർ മാർട്ടിൻ ആയിരുന്നു എന്ന്. മാർട്ടിന്റെ 164 സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള കോൺസ്പിരസി ഇല്ല എന്നുള്ളത്. അത് രഹസ്യമൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്. കോടതിയിലും അദ്ദേഹം അത് മാറ്റി പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഫോറൻസിക് സയൻസിലേക്ക് ഈ ഉണ്ട് എന്ന് പറയുന്ന ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ പോവുകയാണ്. ഇതാണല്ലോ ഈ കേസിന്റെ ആകെ ഉള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തതിന്റെ പേരിൽ കൊട്ടേഷൻ നൽകിയ ആളുകൾ എടുത്തിട്ടുള്ള വീഡിയോ, അതിന്റെ ഒറിജിനൽ മെമ്മറി കാർഡ് എവിടെ? ഫോണിലാണല്ലോ ചിത്രീകരിക്കുന്നത്. വീഡിയോ ക്യാമറയൊന്നും കൊണ്ടുപോയിട്ട് സ്റ്റുഡിയോയിൽ നാളെ വിളിച്ചിട്ടൊന്നും അല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഒറിജിനൽ മെമ്മറി കാർഡ് എവിടെ? ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒറിജിനൽ മെമ്മറി കാർഡ് ഇല്ലല്ലോ. എവിഡൻസ് ആക്ട് പ്രകാരം ഡിജിറ്റൽ തെളിവുകളുടെ അഡ്മിസിബിലിറ്റി എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾക്കും ജനങ്ങൾക്കും അറിയാമല്ലോ. 65 സർട്ടിഫിക്കറ്റ് പ്രകാരം വേണം, അത് എങ്ങനെ വേണം, അത് ഏത് ഒറിജിനൽ ഡോക്യുമെന്റിലാണ് ഉണ്ടാക്കിയത്, അത് ഇല്ല എങ്കിൽ തന്നെ അവിടെ തന്നെ ആ ഡിജിറ്റൽ രേഖയുടെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയാണ്. അത് പോട്ടെ, വാദത്തിന് വേണ്ടി അത് പെൻഡ്രൈവിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, അത് കോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട്, തനിക്ക് കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് പോയിട്ടുണ്ട്. കാരണം ഒരു ഡിഫൻസിൽ എന്താണ്, ലെറ്റ് ദ അതർ സൈഡ് ബി ഹിയർഡ് എന്നുള്ളതാണ്, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്നുള്ളതാണ്. അൺടിൽ ആൻഡ് അൺലെസ് ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു സംശയമെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട, ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട അക്യൂസിന് ഉന്നയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ദ കോർട്ട് ഷാൽ പ്രിസ്യൂം ദാറ്റ് ദിസ് അക്യൂസ്ഡ് ഈസ് ഇന്നസെന്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി. അവസാന സമയം വരെ പ്രോസിക്യൂഷന്, അത് മാത്രമല്ല, it is not the duty of the defense to prove his case. It is the duty of the prosecution to prove that ഞങ്ങൾ ബിയോണ്ട് എനി റീസണബിൾ ഡൗട്ട് ഞങ്ങൾ ഇത് പ്രൂവ് ചെയ്യാണ്, ഒരു സംശയത്തിനും വരുന്നില്ല എന്നുള്ളത്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 120B ക്രിമിനൽ കോൺസ്പിറസി. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ എവിടെയെങ്കിലും നിൽക്കാത്ത കാര്യമാണ് ഈ 120B. ഏതെങ്കിലും ഹോട്ടൽ ബില്ലിന്റെ പേരിലോ അബാദ് പ്ലാസയുടെ ബില്ലിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന ടവർ, മൊബൈൽ ടവറിന്റെ പേരിലോ നിൽക്കാത്ത കേസാണെന്നുള്ളത് എനിക്കറിയാം, കോടതിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു മെറ്റീരിയൽ എവിഡൻസ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ എവിഡൻസ് ആയിട്ടുള്ള മെമ്മറി കാർഡിൽ നിന്ന് പകർത്തിയെന്ന് പൾസർ സുനി ഉൾപ്പെടെ പറയുന്ന ആ കേസിന്റെ അവസ്ഥ എന്താ? അവിടെ വളരെ കൃത്യമായിട്ട് ആ രേഖയിൽ, ഫോറൻസിക് സയൻസ് രേഖയിൽ പറയുന്നുണ്ട്, ഓണാക്ക്, നിങ്ങളൊന്ന് ഓണാക്കൂ, ഷോ സ്ലോലി, ഇതൊന്ന് വേഗം വേണം പ്ലീസ്. അതിനെ തന്നെ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, see here in one folder a female uttering show, ഒന്ന് വേഗം ഓണാക്കൂ. In another folder a female saying show slowly during, ഞാൻ അതിന്റെ കൂടുതൽ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അപ്പൊ ഞാൻ അതിലേക്ക് കൂടുതലേക്ക് പോകുന്നില്ല, ഏതെങ്കിലും രീതിയിൽ ഹറാസ് ചെയ്യാനോ വിക്ടിമിനെ ഇതാക്കാനോ ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ പൾസർ സുനിയും ഈ ഇരയും മാത്രമുള്ള ഒരു ഘട്ടത്തിൽ ഒരു ഫീമെയിൽ വോയിസിന്റെ റെക്കോർഡിംഗ് ഇങ്ങനെ ഒരു പെൻഡ്രൈവിലേക്ക് വരുന്നു? ഒറിജിനൽ മെമ്മറി കാർഡ് എങ്ങനെ, എവിടെയാണെങ്കിലും നശിപ്പിക്കപ്പെട്ടതെങ്കിലും ഇതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിനേക്കാൾ വലിയ സംവിധാനമുള്ള പോലീസ് അല്ലേ കേരള പോലീസ്. അപ്പൊ എന്തുകൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒന്നും വേണ്ടെന്ന് ഈ ഗൂഢാലോചന പൊളിക്കുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള ഇവരുടെ കള്ളങ്ങൾ, രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അനിൽജി. അതായത് ബൈജു പൗലോസിന്റെ ഒരു മൊഴിയുണ്ട്, ഒരു പ്രത്യേക ഒരു ക്രിമിനൽ കേസ്, ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ബൈജു പൗലോസ് വിചാരണ കോടതിയിൽ കൊടുത്തു. എന്താ പറഞ്ഞത്? ദിലീപ്, ഞാൻ അങ്കമാലി കോടതിയിലേക്ക് ഇറങ്ങി വന്ന് കയറാൻ നിൽക്കുമ്പോൾ ദിലീപ് സൈഡിലൂടെ വന്നിട്ട്, പോലീസ് കസ്റ്റഡിയിൽ തന്നെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലും ഭാര്യയും മക്കളൊക്കെ ഉറങ്ങുന്നുണ്ടല്ലോ എന്നുള്ളത്. അതായത് ഭീഷണിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥനെ എന്നുള്ള രീതിയിലാണ് ആ ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് മീൻസ് ഈ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷന് കൃത്യമായി കോടതിയിൽ അന്നേ ദിവസം അങ്കമാലി കോടതിയിൽ കേസില്ലായിരുന്നേ. ആ പറഞ്ഞ ഡേറ്റിന്, ആ പറഞ്ഞ ദിവസം അങ്ങനെ അങ്കമാലി കോടതിയിൽ ബൈജു പൗലോസും ദിലീപ് ഉണ്ടായിട്ടില്ല. അത് ഓൾറെഡി സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യം. അപ്പം അത്തരത്തിൽ എന്തൊക്കെ വ്യാജരേഖകൾ ചമയ്ക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അവരുടെ നേതൃത്വത്തിൽ, പ്രോസിക്യൂഷന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണം കൂടെ പറയാം. ഫ്രാങ്കോ കേസിൽ, സോ കോൾഡ് ഫ്രാങ്കോ കേസിൽ, അദ്ദേഹം ഒരു പിതാവായിരുന്നല്ലോ, ഒരു സഭയുടെ നേതാവായിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ
അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് അതേ സഭയിലെ ഒരു കന്യാസ്ത്രീ ആയിരുന്നല്ലോ. മുഴുവൻ കന്യാസ്ത്രീകളും ഈ വഞ്ചി സ്ക്വയറിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണല്ലോ. എന്താ സംഭവിച്ചത്? അതിലും പ്രോസിക്യൂഷൻ എന്ത് ചെയ്തു? മെഡിക്കൽ രേഖ തിരുത്തി. എങ്ങനെ തിരുത്തി? കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ രേഖ തിരുത്തിയപ്പം പ്രോസിക്യൂഷൻ, അതാ ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ആകുമ്പോൾ പ്രോസിക്യൂഷൻ അന്തവും കുന്തവും ഇല്ലാതൊക്കെ തിരുത്തേണ്ടി വരും. അതും കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മണ്ടനാണെങ്കിൽ പോലും അത് തിരുത്തുമൊക്കെ ചെയ്യുമ്പോൾ ഒരു അല്പം ബുദ്ധിയൊക്കെ പ്രയോഗിക്കണ്ടേ. ഫ്രാങ്കോ കേസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ രേഖ തിരുത്തി പ്രോസിക്യൂഷൻ ലീഡായിട്ട് പ്രോസിക്യൂഷൻ രേഖയായിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കാർബൺ കോപ്പി, പഴയ ഇടപാടായിരുന്നു, ഈ കാർബൺ കോപ്പി വെച്ചിട്ടായിരുന്നു അന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ എഴുതിക്കൊണ്ടിരുന്നത് ഈ രേഖകളൊക്കെ. ആ രേഖയുടെ അടിയിൽ ഒരു കാർബൺ കോപ്പി അന്നത്തെ ഡോക്ടറും ആളുകളൊക്കെ വെച്ചിരുന്നു. ആ കാർബണിന്റെ അടിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത് കോടതിയിൽ ഇവര് ചിന്തിച്ചില്ല. മുകളിലുള്ള ആ എഴുതിയത് മാത്രമാണ് തിരുത്തി പുതിയ അതിന്റെ ഒരു കോപ്പി കിട്ടിയാൽ മതി, കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തു. ആടപാടെല്ലാം പൊളിഞ്ഞില്ലേ? ആർക്കാ ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടത്? അതിജീവിതമാർക്ക്. അപ്പം അതിജീവിതമാരെ ഈ പൊതുബോധത്തിന്റെ പേരിൽ ഈ പറയുന്ന ഇത്തരത്തിൽ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അവളോടൊപ്പം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ളത്. പക്ഷേ ഇത് അവളോടൊപ്പം എന്നുള്ളതല്ല പ്രഖ്യാപിത നിലപാട്. അവനെതിരെ ദിലീപിനെതിരെ ഇന്നും പൾസർ സുനി, പണ്ട് മറ്റേ മാമുക്കോയുടെ സിനിമയിൽ മാമുക്കോയ പറയുന്നത് പോലെ പൾസർ മാമ അന്ത ഹറാമി, എത്ര കുലീനനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. പൾസർ സുനിയെ ശിക്ഷിക്കുന്നതോ അയാൾ ശിക്ഷിച്ചതോ ഒന്നും ആർക്കും ഇവിടെ ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യാനില്ല. ദിലീപിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നീതി ഉറപ്പായിരുന്നു എന്നുള്ള ഒരു വാദം, ഒരു ഉട്ടോപ്യൻ വാദം, ഏത് നിലയിൽ അത് കേരള സമൂഹം, നമ്മുടെ ഇത്രയും പ്രബുദ്ധമായിട്ടുള്ള സമൂഹം അംഗീകരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു ചോദ്യം, ആ ഗൂഢാലോചനയാണ് ഞാൻ മുന്നിൽ വെക്കുന്നത്. ADGP സന്ധ്യ, ശ്രീജിത്ത്, അതുപോലെ തന്നെ ഇതിലെ ബൈജു പൗലോസ് എന്നുള്ള ആളുകൾ കൃത്യമായി ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഈ പ്രതിയെ, ഇയാളെ എങ്ങനെയെങ്കിലും പ്രതിയാക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. ആ കോൺസ്പിറസി ഇവിടെ അന്വേഷിക്കപ്പെടും. മലീഷ്യസ് പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടും. ഒരു വേള നമ്മുടെ രാമൻപിള്ള സാറിനെ പ്രതിയാക്കാനുള്ള ഒരു ശ്രമം നടന്നു പോലീസ് സ്റ്റേഷനിൽ. പറയുന്ന ഒരാളെ കൊണ്ട് വിളിപ്പിച്ചു. ഞാൻ അതിലേക്കൊക്കെ വരാം, ചർച്ചകൾ തുടരട്ടെ. എന്തായാലും കോൺസ്പിറസി പറഞ്ഞ പോലെ തന്നെ ശ്രീജിത്ത്, ഈ പൾസർ സുനി ദ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് ഓവർ എ പീരിയഡ് ഓഫ് 13 months he spoke with the TNMs നിധി സുരേഷിന്, അതായത് 13 മാസം പൾസർ സുനി ഈ ന്യൂസ് മിനിറ്റിൻ്റെ മാധ്യമ പ്രവർത്തകയായിട്ട് സംസാരിച്ചു എന്ന്. 13 മാസം അവർ തന്നെ എഴുതുകയാണ് കേട്ടോ. പൾസർ സുനി ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് അബ്ഡക്ഷൻ ആൻഡ് റേപ്പ് ഇൻ ദ 2017 കേരള അസോൾട്ട് കേസ്. ഓവർ എ പീരിയഡ് ഓഫ് 13 months he spoke with the TNMs നിധി സുരേഷ് about his crime, his personal moral code, his fears and his loyalty to those in power. In this video, Sunil's own voice can be heard. ഈ പൾസർ സുനി എങ്ങനെയാണാവോ ന്യൂസ് മിനിറ്റുമായിട്ട് ബന്ധപ്പെടുന്നത്? മാത്രമല്ല പൾസർ സുനി എങ്ങനെയാണ് റിപ്പോർട്ടറുമായിട്ട് മാത്രം ബന്ധപ്പെടുന്നത്? അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴും ചില സംശയങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. മാധ്യമങ്ങളും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടല്ലോ. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ന്യൂസ് മിനിറ്റ് എന്ന എത്ര പേർക്കറിയാം, കേരളത്തിലുള്ള എത്ര പേർക്കറിയാം ന്യൂസ് മിനിറ്റ്? ധന്യ രാജേന്ദ്രനാണ് അതിൻ്റെ എഡിറ്റർ. അവരുടെ എഫിലിയേഷൻ ആരൊക്കെയായിട്ടാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ പല വിവാദങ്ങളിലും പെട്ട ഒരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പോൾ സ്വാഭാവികമായി പൾസർ സുനിയെപ്പോലെ എവിടെയോ നിൽക്കുന്ന ഒരു ഏഴാം കൂലി അയാൾ എങ്ങനെയാണ് ഈ ന്യൂസ് മിനിറ്റിന് മാത്രം ഇത്തരം ഒരു അഭിമുഖം കൊടുക്കുന്നത്? എന്നിട്ട് അത് അവര് പുറത്തുവിടുന്നു. കറക്റ്റാണ്. അപ്പൊ അതില് ഒരു സസ്പെൻസ് വെച്ചിട്ട് അനിൽജി പറഞ്ഞതിനെ ക്ലാരിറ്റി വരുത്തുകയാണ് അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ. മാധ്യമങ്ങൾ എന്നല്ല, കൃത്യമായിട്ട് പറയാം, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീ MV നികേഷ് കുമാറിന്റെ പേരിൽ FIR ഉണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ പേരിൽ FIRകളുണ്ട്. 2 കേസുകളുണ്ട്. അതിൽ ദിലീപ് കൊടുത്ത കേസുകളുണ്ട്, മറ്റാളുകൾ കൊടുത്ത കേസുണ്ട്, ഞാൻ കൊടുത്ത കേസുണ്ട്. അതിനപ്പുറത്തേക്ക് വളരെ രൂക്ഷമായ 22 പേജിലുള്ള ഒരു ജഡ്ജ്മെന്റ്, ഒരു ഓർഡർ ഇവരെ 3 മാസത്തേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടൊരു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഇതൊരു അട്ടർ നോൺസെൻസ് ആണെന്ന് മാത്രമല്ല അൺബിക്കമിങ് ഓഫ് പബ്ലിക് ചാനൽ, ഒരു മലയാളം ചാനൽ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വിലക്കുന്നു 3 മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുണ്ട്, ഓർഡർ ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ. അപ്പോ ആർക്കൊക്കെ ആക്സസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിൽജി പറഞ്ഞ സംശയം വളരെ കൃത്യമാണ്. കേസുണ്ട്,
എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിൽ ഇപ്പോഴും നടക്കുന്നു. ഈ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ച് പറഞ്ഞത് ആ കേസിൽ അടിയന്തരമായിട്ടുള്ള തെളിവ് എടുപ്പും ഡിജിറ്റൽ രേഖകളും ഒക്കെ എടുക്കണം, അതിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന്. 2, ന്യൂസ് മിനിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് മിനിറ്റ് ഉദയം ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. WCC എന്ന് പറഞ്ഞൊരു സംഘടന ഉദയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചില ആളുകൾ വളരെ ടാർഗറ്റഡ് ആയി ചില ടൂളുകളായിരിക്കാം ചിലപ്പോൾ. ഞാൻ ഈ പാർവതി തിരുവോരത്തും ഈ പറയുന്ന ന്യൂസ് മിനിറ്റിന്റെ ആളുകളൊന്നും ഏതെങ്കിലും വലിയ കോൺസ്പിറസി നടത്തി ചെയ്യുന്നതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അവരുടെ പിന്നിലും ആളുകളുണ്ട്, വളരെ ശക്തരായിട്ടുള്ള ആളുകളുണ്ട്. ദിലീപിനെ പ്രതിയാക്കണം എന്ന് കൃത്യമായിട്ട് ഉദ്ദേശമുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വിധി വരുന്ന കാലഘട്ടം വരെ ഹ്യൂമിലിയേറ്റ് ചെയ്യണം, അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തണം, കാരിയർ ഇല്ലാതെയാക്കണം, അദ്ദേഹത്തിന് ഒരു വേള അദ്ദേഹത്തിന് ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള പോലും പറഞ്ഞ് പരത്തിയിട്ടുള്ള ഒരു കാലമാണ്. അപ്പം ഇവരൊക്കെ ഒരു ടൂളായി മാറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ. ഒരു കാര്യം കൂടെ പറയാം, അത് പറഞ്ഞു നിർത്താം. അതായത് സുപ്രീം കോടതിയിൽ ഇതിന്റെ നിരവധി കേസുകളിലെ വാദങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് വസന്തും അതുപോലെ തന്നെ മുകുൾ റോത്തക്കി, നേരത്തെ നമ്മുടെ അറ്റോർണി ജനറലും ഹാജരാവുന്ന ഒരു കേസ്, ദിലീപിന് വേണ്ടി അറ്റോർണി റോത്തക്കിയും വസന്തും ഹാജരാവുന്ന ഒരു മാറ്ററിൽ വസന്ത് കമന്റ് ചെയ്യാണ്. അതായത് ഇതൊരു വളരെ സെൻസേഷണൽ ആയിട്ടുള്ള കേസാണ് ഇൻ കേരള, അതൊരു അത്രയും ചർച്ചകളായിക്കൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയത്തെ ബാധിക്കുന്നു, അതുകൊണ്ട് ഇത് ഇമ്മീഡിയറ്റ്ലി ഇതിന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വസന്തിന്റെ ഈ വാദങ്ങൾക്കൊക്കെ വളരെ സിമ്പിളി ഒറ്റ റിപ്ലൈ ആണ് റോത്തഗി കൊടുത്തിട്ടുള്ളത്. വസന്ത് പറയാണ് എത്രയും പെട്ടെന്ന് ഇതിന്റെ വാദം തീർത്ത വിധി പറയണമെന്ന്. അപ്പം റോത്തഗി പറയാണ് എല്ലാവർക്കും അതിന്റെ താല്പര്യമുണ്ട്, കേരള സമൂഹത്തിനും എല്ലാവർക്കും. അപ്പൊ റോത്തഗി പറയാണ് എക്സെപ്റ്റ് യു, അതായത് നിങ്ങൾക്കൊഴികെ. അതല്ലേ കണ്ടത് എത്ര കേസുകൾ, എത്ര ആളുകൾ. അതിജീവിത ഒരു പ്രിവിലേജ്ഡ് അതിജീവിതയാണെന്ന് ഞാൻ പറയും. കാരണം ഏതെങ്കിലും രീതിയിൽ അവരെ മോശമാക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഞാൻ പറയുന്ന വക്കീൽ, ഞാനും അജകുമാർ സാറും രാംകുമാർ സാറൊക്കെ ഒരുപാട് ചർച്ചകൾ ആ കാലഘട്ടത്തിൽ വന്നതാണ്. ഞാൻ പറയുന്ന വക്കീൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ നന്നായിട്ട് വാദിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെയുള്ള ചാനൽ ചർച്ചകളിൽ നന്നായിട്ട് വാദിക്കുന്നുണ്ടല്ലോ, ഇനി എനിക്ക് അജകുമാർ സാർ മതി. ഓക്കെ, അജകുമാറിന് ഒരു പ്രത്യേക ഉത്തരവിറങ്ങുകയാണ് അടുത്ത ദിവസം, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. തൊട്ടിപ്പുറത്ത് പിന്നെ കോടതി, അന്ന് എനിക്ക് ആ കോടതി വേണ്ട, പുതിയൊരു കോടതി കൂടെ രൂപീകരിച്ചോട്ടെ. ഇവരുടെ ആവശ്യം ഗാഗ് ഓർഡർ, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, കോടതി മാറ്റുക. ഒരു കാര്യം കൂടെ വളരെ രാംകുമാർ സാറൊക്കെ കേൾക്കണം, ഈ ഒന്നിൽ കൂടുതൽ അഭിഭാഷകർ ഡിഫൻസ് കൗൺസിൽസ് ആയിട്ട് വരാൻ പാടില്ല. വന്ന ആളുകളെയൊക്കെ പുറത്തിറക്കണം എന്ന് ഓർഡർ കൊടുക്കണം. ഏതെങ്കിലും നാട്ടിൽ നിയമമുണ്ടോ? പ്രായോഗിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഒരു കോടതിയിൽ ഇൻ ക്യാമറ ഗ്യാഗ് ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ എണ്ണം തീരുമാനിക്കാനൊക്കെ ജഡ്ജിന് പറ്റും. പക്ഷെ ഇവിടെ ഇര പറയാണ്, ഞാൻ ഇത്ര 5 വക്കീലന്മാരോ എന്നെ പിന്നെ വിചാരണ ചെയ്യാൻ, ഞാൻ അവരെ അധിക്ഷേപിക്കുന്നതല്ല, പക്ഷെ ഞാൻ ഇതിന്റെ ഒരു അസാധാരണത്വം ചൂണ്ടിക്കാണിക്കുകയാണ്. 5, 10, 20 അതൊക്കെ ചെയ്തുകൂടെ? അതൊക്കെ എന്ത് നിയമമാണ് ഇവിടെ എതിരായിട്ടുള്ളത്? ഇര കോടതിയിൽ കരഞ്ഞു, ഇനി സൂക്ഷിച്ചു വേണം വിചാരണ എന്ന്. ആരാ പറയുന്നത്? ഈ പ്രോസിക്യൂട്ടറുടെ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറേക്കാൾ അയാളുടെ കൂടെ ഇര ഒരു വക്കീലിനെയും കൂടെ വെച്ചു. TB മിനി എന്ന് പറയുന്ന ഒരു വക്കീൽ. ആ വക്കീൽ 8 വർഷമായിട്ട് അവരോടൊപ്പം ഉണ്ട്. താൻ എന്തോ വലിയ ഒരു കാര്യം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർ കലവടച്ചത് എവിടെയാ? മെനിയാന്നൊരു ഓൺലൈൻ ചാനൽ കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ പറയുകയാണ്, നോക്കൂ, ദിലീപായിരുന്നു ഈ അതിജീവിതയെ റേപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ആകില്ല. എന്റെ വാക്കുകൾ TB മിനി, ഈ ദിലീപായിരുന്നു ചെയ്തിരുന്നെങ്കിൽ. ഇവരെങ്ങനെയാണ് ഈ റേപ്പിനെ ഇത്ര നിസ്സാരവൽക്കരിക്കുന്നത്? അതായത് പ്രിവിലേജ്ഡ് ഇരയാണ്, സിനിമയിൽ മേഖലയിൽ നിന്നുള്ള ആരെങ്കിലും ആയിരുന്നു റേപ്പ് ചെയ്തെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാവില്ലായിരുന്നു എന്ന്. എന്നിട്ട് അവർ പറയുകയാണ് ഇത് വളരെ ലോവർ ആയിട്ടുള്ള ആള് എന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു അത് അപ്ലോഡായി വന്നത് ഇത് ചോദിച്ചിട്ടുള്ള ആങ്കർക്കും അറിയില്ല. അവർ പറയാണ് ശരിയാണ് താങ്കൾ പറഞ്ഞത്, ദിലീപ് ആയിരുന്നെങ്കിൽ ഇത് പ്രശ്നമൊന്നും ആവില്ലായിരുന്നു. എന്തൊരു അവസ്ഥയാണെന്നുള്ളത് ചിന്തിച്ചു.